അത് പറഞ്ഞപ്പോ ഒറ്റ വീഴ് വാള് ഈ ലോകത്തെ ഏറ്റവും വലിയ വിജയം വരിക്കുക വാളുള്ള ആളല്ല, വാളില്ലാത്ത ആളാണ്. ലോകത്തെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ ആൾ ഇമാം മഹ്ദിയാണ്. ഇമാം മഹ്ദിക്ക് എന്തില്ല? വാളില്ല. ആ മനുഷ്യൻ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോഴത്തേന് യൂറോപ്പ് തകർന്നു വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഫമാ സിലാഹുഹു യാ റസൂലല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ആയുധം എന്താണ്? അദ്ദേഹം വാളെടുക്കുക മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്താനാണ്. അഹ്ലുൽ കുഫ്റിനേക്ക് ഒന്നും വേണ്ട, അദ്ദേഹത്തിനൊന്നും വേണ്ട. ഫമാ സിലാഹുഹു, ഈ മനുഷ്യന്റെ ആയുധം എന്തായിരിക്കുമെന്ന് സ്വഹാബികൾ നബിയോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, അത്തസ്ബീഹു വത്തഹ്ലീലു വത്തക്ബീറു സുബ്ഹാനല്ലാഹ്, അത്തസ്ബീഹു വത്തഹ്മീദു വത്തഹ്ലീലു വത്തക്ബീറു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണ് ആയുധം. ആരുടെ? മദീമാമിന്റെ. ഒന്നും വേണ്ട, കൽബിൽ ആരുണ്ട്? നമ്മളതല്ല. നമ്മൾ മാലമണി മറിച്ച് നോക്കാണ്. ആയോ നമ്മൾ 1000 വട്ടം ചെല്ലാൻ തീരുമാനിച്ചു. 1000 കഴിഞ്ഞാൽ നിർത്തി. പിന്നെ നമ്മൾ ചെല്ലിയെന്നോ ബോധം കൂടി നമുക്കില്ല. ഇമാം മഹ്ദിയുടെ ആയുധം എന്ത് എന്ന് സ്വഹാബികൾ ഹബീബായ നബിയോട് ചോദിച്ചപ്പോൾ ഫഖാല അത്തസ്ബീഹു വത്തഹ്മീദു വത്തഹ്ലീലു വത്തക്ബീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണ് ആ മനുഷ്യന്റെ ആയുധം എന്ന് മുഹമ്മദ് മുസ്തഫ. പേടിക്കണ്ട. നിന്റെ കൽബിൽ നിന്റെ റബ്ബുണ്ട് എന്ന് ബോധമുണ്ടോ? നിന്റെ കൽബ് ഉണ്ടോ? ഇജിപ്പോ മൂമിന, അപ്പോൾ നീ ജീവിച്ചോനാ. ഇല്ലേ, നീ മൂമിനല്ല, അപ്പോൾ നീ ജീവിച്ചോനും അല്ല. ഒന്നുകൂടി പറയും. 2, നിന്റെ കൽബിൽ ഏത് സമയം റബ്ബുണ്ടോ നീ ജീവിച്ചവനുമാണ്, നീ മുഅ്മിനുമാണ്. ഇല്ലേ, നീ ജീവിക്കുന്നവനുമല്ല, മുഅ്മിനുമല്ല. മുസ്ലിമാണ്. പള്ളി കമ്മിറ്റി കയറാ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കണം. ഹജ്ജ് ചെയ്ത് വന്ന ഒരാൾ, പലിശ കൊടുക്കുന്ന ഒരാൾ ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പലിശക്ക് ഇടക്കിടക്ക് പൈസ വാങ്ങുന്ന ഒരാൾക്ക് നല്ലൊരു സന്തോഷം തോന്നി. ഇപ്പം അയാൾ ഹജ്ജിന് പോയി ചെറിയ കുഞ്ഞിക്കുട്ടിയായി മടങ്ങി വന്നതല്ലേ, ഇനിയിപ്പോൾ അയാൾ സഹായിച്ച് കടം തരുമായിരിക്കും, പലിശ ഇങ്ങോട്ട് വാങ്ങൂല. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞിട്ട് ഇയാൾ വരിയിലിരിക്കണ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ആൾ ചെന്നു. അസ്സലാമു അലൈക്കും ഹാജിയരെ. വലൈക്കും അസ്സലാം. എനിക്ക് ചെറിയൊരു പൈസൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പൈസ ഒന്നും ഇവിടെ ഇല്ലടാ. എന്താണ് പൈസ ഇവിടെ ഇല്ല. പിന്നെ പിറ്റേന്നും ചെന്നു, പൈസ ഒന്നും ഇവിടെ ഇല്ലടാ. അങ്ങനെ 3-ാമത്തെ ദിവസം ചെന്നപ്പോ ഇയാൾ എന്ത് പറഞ്ഞു? അജരെ, നിങ്ങളൊന്നും കിട്ടൂല എന്ന് വിചാരിക്കണ്ട, ഞാൻ ഒന്നും കൂടി കുണം കൂട്ടി തരാറ്. അയാൾ പറഞ്ഞു, അങ്ങനെ പറ, ഞാൻ വിചാരിച്ചതൊന്നും ചെലവ് നിന്നില്ല. മനസ്സിലായി? ഈ 2 മനുഷ്യന്മാർ മരിച്ചിട്ടുണ്ട്. ഞാൻ പേര് പറയില്ല. ഇത് എന്നോട് ആ പലിശക്ക് വാങ്ങിയ മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞതാ. അന്ന് എനിക്കൊരു 20 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. ഇങ്ങനെ അന്ന് ഞാൻ കല്യാണം കഴിച്ചില്ല. അങ്ങനെ ഇരുന്ന് പറഞ്ഞ ആളെ ഞാൻ അറിയും, മറ്റേ ആളെ ഞാൻ അറിയും. എന്തേ പറഞ്ഞ ഇയാള്? അങ്ങനെയാണ് പറ. ചെലവൊന്നും ഞാൻ വിചാരിച്ചു കൊടുത്ത് നിന്നില്ല. അതുകൊണ്ട് ആ പഴയ റേറ്റിൽ ഇനി നടക്കൂല, കുറച്ചുകൂടി കൂട്ടിത്തരണം. ഇയാളിപ്പോൾ എന്ത് കഴിഞ്ഞ് വന്നതാണ്? ഇയാളെ പറ്റി ഇപ്പം നമ്മളൊരു സ്റ്റേജിലിരുത്തി വയലുകയാണെങ്കിൽ യൗമക്ക വലതത്തുഹു ഉമ്മുഹു, ഇതാ നമ്മൾ ആചാര്യ അള്ളാഹിന്റെ സഹായത്താൽ മുൻപൊക്കെ എങ്ങനെ ആയിരുന്നെങ്കിലും ഉമ്മ പ്രസവിക്കപ്പെട്ട ഉമ്മ ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് നമ്മൾ ആചാര്യക്കാക്ക മടങ്ങി വന്നിക്കണമെന്ന് നമ്മൾ പറയും. അത് നമുക്ക് മജ്‌ലിസുന്നൂറിൻ്റെ ചോറും ഇറച്ചിയും കൂടി ആൾ തന്നാൽ എന്തായാലും പറയും. നമുക്കിപ്പോൾ അതാണ് ആവശ്യം. നമുക്ക് വായിച്ച് ഇടയ്ക്കിടയ്ക്ക് മജ്‌ലിസുന്നൂറിൻ്റെ ചോറും ഇറച്ചിയും കിട്ടുക എന്നുള്ളതാണ്. മജ്‌ലിസുന്നൂറിനെയും മൂപ്പര് കുറ്റം പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അതും പറഞ്ഞാളാ, എനിക്ക് എന്തൊക്കെ എൻ്റെ മേലിൻ്റെ മേൽ ചാർജ് ചെയ്യാൻ പറ്റും ഒക്കെ പറഞ്ഞാളാ. അതുകൊണ്ടൊന്നും ഇച്ച് നന്നാവൂല. ഹജ്ജിന് പോകാത്തതുകൊണ്ട് ഇച്ച് നാശാവൂല, ഹജ്ജിന് പോയതുകൊണ്ട് ഇച്ച് നന്നാവൂല, മക്കത്ത് പോയതുകൊണ്ട് ഇച്ച് നന്നാവൂല. മക്കത്ത് ജനിച്ചോ നന്നായിട്ടില്ല. അബൂലാബ് അമേരിക്കയിൽ മരിച്ചവനെ പറ്റി പരിശുദ്ധ ഖുർആനിൽ ഓൻ്റെ ബെരല് പൊട്ടട്ടെ എന്നായത്തില്ല. ആംസ്റ്റർഡാമിൽ മരിച്ചവനെ പറ്റി പറയടാ, ആംസ്റ്റർഡാമിൽ ഫ്രാങ്ക്ഫർട്ടിൽ
പറയടാ. ആ ജനീവയിൽ പറയടാ. ആ പറഞ്ഞൂടി, പറയേ. ആ അത് പറഞ്ഞൂട്. ബീജിങ്ങിൽ, മനസ്സിലായില്ലേ? ആംസ്റ്റർഡാമിൽ, പോളണ്ടിൽ, ഹോളണ്ടിൽ, പ്രഷ്യയിൽ, റഷ്യയിൽ, മോസ്കോയിൽ, ജർമ്മനിയിൽ, ഇവിടെ എവിടെയെങ്കിലും മരിച്ച ഒരാളെ പറ്റി ഓന്റെ കയ്യിലെ രോമം പൊട്ടട്ടെ എന്നൊരായത്ത് ഖുർആനിലില്ല. മക്കോയിൽ ജീവിച്ച് ചത്തോനെ പറ്റി ഖുർആനിലുണ്ട്. തബ്ബത്തിയതാ. അയാൾ ഫുള്ള് അറബിയാണ്. നിങ്ങൾ പുതിയ പേരൊന്നും പഠിപ്പിക്കാറുണ്ട. എടാ വലിപ്പം ഉണ്ടായിട്ട് കാര്യമല്ല, അന്തം വേണം. എന്റെ മൂക്ക് വെടിയൊക്കെ ചിലര് അറബികളെ കുറ്റം പറഞ്ഞ ഈമാൻ പോകും. അത് ഈ മാനാണ്, MAN, മാൻ. ഈ മാൻ നല്ല പറയാം. ഈ മേൻ തലക്ക് കൊടുത്താളാ. അത് പടച്ച തമ്പുരാൻ അവന്റെ ഇസ്മിന്റെ തജല്ലി നിന്റെ കൽബിലിട്ട് തന്നാൽ നീ ആരാണ് സദാസമയവും? അല്ലാഹ്. ഞാനൊരു 100 വട്ടമെങ്കിലും ഇവിടെ പറഞ്ഞൊരു വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു അത്ഭുതം കൂടി ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ കാലിമ്മൽ ഇങ്ങനെ കാലും കയറ്റി വെച്ചിട്ട് കീശേരി പീടിയന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. നമ്മളെ കാഴ്ചയിൽ ഒരു ദിക്റുമില്ല, അദ്ദാദുമില്ല, തസ്ബീഹുമില്ല. ആ നേരത്തെ ആ മനുഷ്യന് താഴെ 100 കണക്കിന് ആളുകൾ മാലമണി മറിച്ച് തസ്ബീഹും ചൊല്ലി ഇങ്ങനെ നിൽക്കണോന്റെ പേര് നമുക്ക്. മേലെ കാൽമക്കേലും കാറ്റി വെച്ച് മിണ്ടാതിരിക്കണോന്റെ പേര് വലിയ. എനക്ക് വിശ്വാസമെങ്കിലും കാമിലായ വലിയാണ് തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാറിന് എനിക്കുറപ്പാണ്. എനക്ക് വിശ്വാസം ഉണ്ടായ എനിക്കെന്താ കാമിലായ വലിയ തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ. ആ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ പല കണ്ടിട്ടുണ്ടോ ഇല്ലേ? ഒന്നുമില്ല. ആ മനുഷ്യന്റെ ഹുദൂർ തന്നെ അള്ളാന്റെ ഇസ്മ. ആ ഇസ്മിനെ ആ കൽബിൽ ഒരാൾക്ക് നീക്കാൻ കഴിയൂല. നമ്മൾ മാലമണി മറിക്കുമ്പോഴും നമ്മളെ പ്രശ്നം എന്താ? മകൻ ഗൾഫ് പോയിട്ടില്ല, മകനും മകളും തെറ്റിയതാ, മരോനും തെറ്റിയതാ, പീടിയിലെ പൈസ കൊടുത്തിട്ടില്ല. ഇതിനാ നമ്മൾ മാലമണി മറിച്ചത്. അയാളെ മനസ്സിൽ പീടിയില്ല, മകളുമില്ല, മകനുമില്ല, ആരേ ഉള്ളൂ? അല്ലാഹ്. കൂടുതൽ വർത്താനില്ല. അല്ലാഹു നമ്മൾ നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. ഹദീസ് ഒന്നും കൂടി പറയാം. അഫ്ളലു ഈമാനിൽ മർഇ അൻ യഅലമ അന്നല്ലാഹ മഅഹു ഹൈസു കാൻ. ഈമാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം അവൻ അറിയലാണ്. എന്തറിയലാണ്? അന്നല്ലാഹ മഅഹു, അല്ലാഹു അവന്റെ കൂടെയുണ്ട്. ഹൈസു കാൻ, അവൻ